വിരശല്യം ചുമയ്ക്ക് കാരണമോ? ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരായാലും വിരശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടികളിൽ എങ്ങനെയാണ് വിരശല്യം ഉണ്ടാവുന്നത്? അവർ പെറുക്കി കഴിക്കണയൊക്കെ പ്രായമായിരിക്കും, മണ്ണിൽ കളിക്കണയൊക്കെ ഒരു പ്രായമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് വരെയുണ്ടാവും. മുതിർന്നവരിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ പ്രോപ്പറായിട്ട് കഴുകിയില്ലെങ്കിൽ മണ്ണിൽ നിന്ന് അങ്ങനെ പറിച്ചെടുക്കുന്നതല്ല, അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അണുക്കൾ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ കഴുകിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിരശല്യം ഉണ്ടാവും. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ മുട്ട ഇടുന്നത് നമ്മുടെ കുടലിലാണ്. കുടലിൽ നിന്നും ബ്ലഡ് വഴി അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം വഴി ഈ വേംസിൻ്റെ അല്ലെങ്കിൽ വിരയുടെ വളർച്ച പൂർണ്ണമാവാൻ വേണ്ടി അത് ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്നു. ശ്വാസകോശത്തിൽ വെച്ചാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഭൂരിഭാഗത്തിൻ്റെയും ബാക്കി വളർച്ച നടക്കുന്നത് ശ്വാസകോശത്തിലാണ്. അപ്പം അവിടെ ഇത് വളരുന്ന സമയത്ത് ഇതിനെ തിരിച്ച് അന്നനാളത്തിലേക്ക് പുറന്തള്ളാനായിട്ട് കഫത്തിൻ്റെ ഉൽപാദനം വർദ്ധിക്കുന്നു. ഈ സമയത്താണ് ഈ കഫം ഇങ്ങനെ അമിതമായിട്ട് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ കുത്തിയായിട്ടുള്ള ചുമ വരുന്നത്, ഇതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട്. തിരിച്ചത് അന്നനാളത്തിലെത്തി വീണ്ടും തിരിച്ചത് നമ്മുടെ സ്റ്റൂളിലൂടെ പിന്നെ വാക്യൂം അബ്സോർപ്ഷനൊക്കെ അതിൻ്റെ പാത്തിൽ നടന്ന് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ചുമയും ഈ പറയുന്ന പോലെ വിര കൊണ്ടുണ്ടാവണമെന്നില്ല. ഇങ്ങനെ വിര കൊണ്ടുണ്ടാവുന്ന ചുമയാണെങ്കിൽ പേഷ്യൻസ് കുറച്ച് സിംറ്റംസ് കൂടി പ്രസൻറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവരുടെ വയറിന് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ കാണിക്കും. സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വജനൽ ഏരിയയിലേക്ക് ചൊറിച്ചിൽ കാണിക്കും, അവർ വിശപ്പില്ലായ്മ കാണിക്കും, തളർച്ച കാണിക്കും. അപ്പം ഈ സിംറ്റം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം പലപ്പോഴും ഈ വിരശല്യമുള്ള സമയത്ത് ചുമയ്ക്കുന്ന സമയത്ത് നമുക്ക് ചുമ മാത്രമല്ല ശ്വാസം വൈഷമ്യം ഉണ്ടാവും. അപ്പം ഇത് ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വിരശല്യം കൊണ്ടാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണത് നമ്മുടെ ഇതിൻ്റെ സ്റ്റൂൾ എടുത്ത് നമ്മൾ കൾച്ചറിന് വിടുകയാണ് ചെയ്യുന്നത്, വേംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമ ദീർഘകാലം വിരശല്യം കൊണ്ടുള്ള ചുമ ദീർഘകാലം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് ആസ്മയിലേക്ക് അല്ലെങ്കിൽ ശ്വാസം മുട്ടലിലേക്ക് നയിക്കാനുള്ള കാരണമുണ്ട്. അപ്പം എന്ത് കാരണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിപ്പം ഡോക്ടറെ അടുത്ത് പോകുമ്പം ആദ്യം കുറച്ച് മെഡിസിൻ കഴിയുമ്പം സബ്സൈഡ് ആവില്ല. അപ്പോഴായിരിക്കും ഡോക്ടർക്ക് മനസ്സിലാവുന്നത് ഈ വിരശല്യം കൊണ്ടാണെന്നുള്ളത്. അപ്പം പലരും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയും, നിങ്ങൾ ഡിവോം ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ 6 months മുമ്പ് ചെയ്തിരുന്നല്ലോ. അങ്ങനെയല്ല, കറക്റ്റ് കോഴ്സിൽ ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോഴ്സ് വരുന്ന 14th ഡേയിൽ വീണ്ടും ഡിവോം ചെയ്യണം എന്നുള്ളത്. കാരണം ഇത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് പോയെന്നിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഈ ശരീരത്തിൽ ഈ മുട്ട ഇരിക്കാനുള്ള 2 വർഷം വരെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡിവോമിങ് ഈ കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്.